ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റയൽ മാഡ്രിഡിനെ കുറിച്ചിട്ടാണ്. അതായത് അവരുടെ ചരിത്രത്തിലെ 36ാമത്തെ ലാ ലീഗ ടൈറ്റിൽ സ്വന്തമാക്കിയിരിക്കുകയാണ് റയൽ മാഡ്രിഡ്. ശരിയാണ്, 4 മത്സരങ്ങൾ ബാക്കി നിൽക്കെയാണ് അവർ ലാ ലീഗ ടൈറ്റിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. അത് ചെറിയൊരു സംഭവമൊന്നുമല്ല. പക്ഷേ എന്നാൽ പോലും അവർക്ക് ഇത് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു സമയമല്ല. കാരണം എന്ന് വെച്ചാൽ അവരുടെ പൂർണ്ണമായിട്ടുമുള്ള ഫോക്കസ് എന്ന് പറഞ്ഞാൽ ബുധനാഴ്ച രാത്രി നടക്കാൻ പോകുന്ന സാന്റിയാഗോ ബെർണബേയിൽ വെച്ച് നടക്കാൻ പോകുന്ന ആ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ സെക്കൻഡ് ലെഗ് മത്സരമാണെന്നുള്ളതാണ്. അതായത് ജയൻസ് ആയിട്ടുള്ള ബയൺ മ്യൂണിക്കുമായിട്ടുള്ള ആ ഒരു മത്സരമാണ് ഇപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ ആരാധകരുടെ മനസ്സിൽ, റയൽ മാഡ്രിഡിൻ്റെ താരങ്ങളുടെ മനസ്സിൽ, കോച്ചിങ് സ്റ്റാഫുകളുടെ ഉള്ളിൽ എന്നുള്ള കാര്യം ഓർക്കണം. ആ ഒരു ദൗത്യം, വെംബ്ലിയിലേക്കുള്ള ടിക്കറ്റ് നേടിയെടുക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് അതിന് മുമ്പുള്ളത്. അതിലേക്കാണ് പൂർണ്ണമായിട്ടും ഫോക്കസ് നിലവിലുള്ളത്. പക്ഷേ നമുക്ക് ഈ ടൈറ്റിൽ വിന്നിങ് ക്യാമ്പയിനെ കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അതായത് റയലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ റീസെൻറ്റ് ഹിസ്റ്ററിയിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു ടൈറ്റിൽ വിന്നിങ് ക്യാമ്പയിനാണിതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതിന് പൂർണ്ണമായിട്ട് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ളത് കാർലോ ആൻചെലോട്ടി എന്ന് പറയുന്ന ഈ ഒരു മാനേജർക്ക് തന്നെയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ അഡാപ്റ്റബിലിറ്റി നമുക്ക് കൃത്യമായിട്ടും കാണാൻ പറ്റിയിട്ടുള്ള ഒരു സീസണാണത്. അതായത് ഒരുപാട് സെറ്റ് ബാക്കുകൾക്കിടയിലാണ് ഈ ഒരു ടൈറ്റിൽ റയൽ മാഡ്രിഡ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പല രീതിയിലുള്ള സെറ്റ് ബാക്കുകൾ വരുമ്പോൾ അതിനെയൊക്കെ മറികടക്കാൻ ഈ മാനേജർക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് ഈ ടീമിനെ വെച്ചുകൊണ്ട് ഒരു ഫോമുല ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. അതും പല സാഹചര്യങ്ങളിലും പല രീതിയിലുള്ള സൊല്യൂഷൻസ് അദ്ദേഹം കണ്ടെത്തുകയാണ്. ഒരു കൃത്യമായിട്ടും ഒരു ടൈലറിൻ്റെ പോലെ അദ്ദേഹത്തിന് തൻ്റെ കയ്യിലുള്ള ടീമിനെ അദ്ദേഹത്തിന് ഏത് രീതിയിലാണ് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ ടീമിനെ വിജയിപ്പിക്കാൻ ഏത് രീതിയിലാണ് ആ ടീമിനെ മൗൾഡ് ചെയ്തെടുക്കേണ്ടത്, അതേ രീതിയിൽ മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ഒരു ക്യാമ്പയിനിലുള്ള റയൽ മാഡ്രിഡിൻ്റെ വിജയത്തിന് പൂർണ്ണമായിട്ട് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ള കാർലോ ആൻചെലോട്ടി എന്ന് പറയുന്ന മാനേജർക്ക് തന്നെയാണ്. വാട്ട് എ മാനേജർ. നമ്മൾ അദ്ദേഹത്തിൻ്റെ പലപ്പോഴും സംസാരിക്കാറുള്ളത്, ഞാൻ മുമ്പും സംസാരിച്ചുള്ള സംഭവമാണ് അദ്ദേഹത്തിൻ്റെ ഈഗോയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എബിലിറ്റി, അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റ് എബിലിറ്റി. പക്ഷേ അദ്ദേഹം ഒരു കിടിലൻ ടാക്ടീഷ്യനാണെന്നുള്ളത് പലപ്പോഴും പല ആളുകളും മറന്നു പോവുകയാണ്. അപ്പോൾ തന്നിലെ ടാക്ടീഷ്യൻ ഏത് രീതിയിലുള്ള ഒരാളാണ് എന്നുള്ളത് ലോകത്തിന് മുമ്പിൽ അദ്ദേഹം വീണ്ടും തെളിയിച്ചിട്ടുള്ള മറ്റൊരു സീസണാണ് കടന്നു പോയിട്ടുള്ളത്. ആരെങ്കിലുമൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തൽ, അതാണ് കാർലോ ആൻചെലോട്ടി നടത്തിയിട്ടുള്ളത് ഈ സീസണിൽ. റയലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എന്താണ് ഒരു സൂപ്പർ കോപ്പ അടിച്ചതിൻ്റെയും ലാ ലീഗ അടിച്ചതിൻ്റെയും ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ 12 മാസങ്ങൾക്ക് മുമ്പ് കാര്യങ്ങൾ അത്ര വെടിപ്പായിരുന്നില്ല. ബാഴ്സലോണ ലാ ലീഗ ടൈറ്റിൽ അടിക്കുന്നു ചാവിയുടെ കീഴിൽ. റയലാണെങ്കിൽ കാര്യമായിട്ടുള്ളൊരു പോരാട്ടമൊന്നും കഴിഞ്ഞ സീസണിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നില്ല. അവരെ സംബന്ധിച്ചോളം ചാമ്പ്യൻസ് ലീഗ് അവരുടെ ക്യാമ്പയിൻ അവസാനിക്കുന്നത് ഒരു ഹ്യൂമിലിയേറ്റിംഗ് ഡിഫീറ്റ് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ നേരിട്ടിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സീസണും ഈ കാർലോ ആൻചെലോട്ടിയുടെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്പെക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബ്രസീൽ ജോബ് അദ്ദേഹത്തിന് മുമ്പിലുണ്ട് എന്നുള്ള രീതിയിലും, എഡ്നാൾഡോ റോഡ്രിഗസ് എന്ന് പറയുന്ന ചങ്ങായി ബ്രസീലിയൻ FA പ്രസിഡന്റ് വളരെ പബ്ലിക്കായിട്ട് തന്നെ കാർലോ ആൻചെലോട്ടിയെ താൻ കൊണ്ടുവരുന്നുള്ള രീതിയിൽ പിന്നെ കാര്യങ്ങളൊക്കെ സൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സ്പെക്കുലേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ സീസൺ തുടങ്ങിയിട്ടും ആ സ്പെക്കുലേഷൻസ് തുടരുന്നുണ്ടായിരുന്നു. വിനി ജൂനിയറും മറ്റ് ബ്രസീലിയൻ താരങ്ങളൊക്കെ ബ്രസീലിയൻ ജോബ് കാർലോ ആൻചെലോട്ടി എടുക്കുന്നതിനെ കുറിച്ചൊക്കെ അവരൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ടുള്ള സ്പെക്കുലേഷൻസ് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെന്താണ്, ഞാൻ പറഞ്ഞ പോലെ ഈ ചാമ്പ്യൻസ് ലീഗിൽ ഹ്യൂമിലിയേറ്റിംഗ് ഡിഫീറ്റ്, അവർ കോപ്പ ഡെൽ റേ കിരീടം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ട്രോഫിലെസ് സീസൺ ആയിരുന്നില്ല. പക്ഷേ എന്നാൽ പോലും ഇത്തരത്തിൽ ലീഗ് പരാജയവും അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് ഹ്യൂമിലിയേറ്റിംഗ് ഡിഫീറ്റൊക്കെ സംഭവിക്കുമ്പോൾ മുമ്പ് നമ്മൾ ചരിത്രം നോക്കുമ്പോൾ റയൽ മാഡ്രിഡിലെ പണി മാനേജർമാർക്ക് നഷ്ടപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പെരസ് കാർലോ ആൻചെലോട്ടിയിൽ വിശ്വാസം അർപ്പിക്കുന്നു. മാത്രമല്ല പിന്നെ സെറ്റ് ബാക്കുകളുടെ പൂരമാണ്. ആദ്യം നമ്മൾ കാണുന്നത് അവരുടെ ടാലിസ്മാനിക് ഫിഗറായിട്ടുള്ള കരീം ബെൻസീമ സൗദിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ എന്താണ്, ആ ഒരു സ്റ്റാർ സ്ട്രൈക്കറിനെ നഷ്ടപ്പെടുന്നു. ഇതോടൊപ്പം സീസൺ തുടങ്ങുന്നതിന് 72 മണിക്കൂറുകൾക്ക് മുമ്പേ തന്നെ തിബോ കോർട്ടുവ എന്ന് പറയുന്ന വേൾഡ് ക്ലാസ് ഗോൾ കീപ്പർ അവരുടെ പ്രധാന താരങ്ങളിൽ ഒരാൾക്ക് ACL ഇഞ്ചുറി പറ്റുന്നു. അത് ഒരു മേജർ സെറ്റ് ബാക്ക് ആയിരുന്നു. ഫസ്റ്റ് മത്സരം അത്ലറ്റിക് ബിൽബാവോക്കെതിരെയായിരുന്നു. അപ്പോൾ സാൻ മാമസിൽ വെച്ച് നടക്കുന്ന മത്സരം വളരെ ബുദ്ധിമുട്ടുള്ളൊരു മത്സരമാണ്, നമുക്കറിയുന്നതാണ്. ആ ഒരു സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സ്റ്റേഡിയമാണ്. അപ്പോൾ ആ മത്സരത്തിന് മുമ്പേ തന്നെ കോർട്ടോ നഷ്ടപ്പെടുന്നു. ആ മത്സരത്തിൽ അവർക്ക് എഡർ മിലിറ്റാവോയെ നഷ്ടപ്പെടുന്നു. അതായത് അവരുടെ മെയിൻ സെൻറ്റർ ബാക്കിനെ നഷ്ടപ്പെടുന്നു. അപ്പോൾ അങ്ങനെ ഇഞ്ചുറി സെറ്റ് ബാക്കുകൾ തുടരുന്നു. പിന്നെയോ ഈ കരീം ബെൻസീമയ്ക്ക് പകരക്കാരനെ കൊണ്ടുവരാനുള്ള തീവ്രമായിട്ടുള്ള ശ്രമങ്ങളൊന്നും അവർ നടത്തുന്നുണ്ടായിരുന്നില്ല. അതൊക്കെ ഹാരി കെയ്നെ കുറിച്ചുള്ള ചർച്ചകൾ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള ഒരു കാര്യമായിട്ടുള്ള ശ്രമമൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ബയൺ മ്യൂണിക്കിലേക്ക് പോകുന്നു. അങ്ങനെ സ്ട്രൈക്കർ ഇല്ലാതെ സീസൺ തുടങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. പക്ഷേ അവർ ലോൺ ഡീലിൽ ഹൊസലുവിനെ കൊണ്ടുവരാനുള്ള തീരുമാനം എടുക്കുന്നു. പക്ഷേ ഹൊസലു വരുന്നത് ഒരു മെയിൻ മാൻ ആകാനല്ല, അല്ലെങ്കിൽ ലൈൻ ലീഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു എലീറ്റ് സ്ട്രൈക്കർ അല്ല പുള്ളി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കാർലോ ആൻചെലോട്ടിക്ക് അറിയാം, പെരസിനറിയാം, റയൽ മാഡ്രിഡ് ആരാധകർക്ക് അറിയാം. പക്ഷേ
ഒരു സ്ട്രൈക്കർ എന്ന രീതിയിൽ ചെങ്ങായിനെ യൂസ് ചെയ്യാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട്, അദ്ദേഹത്തെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൃത്യമായിട്ട് ഈ സീസണിൽ യൂസ് ചെയ്യാനും കാർലോ അൻചെലോട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് വരാം. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു സീസൺ തുടങ്ങുകയാണ്. അപ്പോൾ എന്താണ് ഈ തിബോ കോർട്ടോയ്ക്ക് ഇഞ്ചുറി പറ്റിയുള്ള കാര്യത്തിൽ അവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ നേരെ കെപ്പയെ ചെൽസിയിൽ നിന്ന് ലോണിൽ കൊണ്ടുവരാനുള്ള തീരുമാനം എടുക്കുന്നു. അങ്ങനെ കെപ്പയെ പിടിച്ച് മെയിൻ കീപ്പറാക്കി മാറ്റാമെന്നുള്ളതാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പോകെ പോകെ കെപ്പയിൽ മിസ്റ്റേക്കുകൾ സംഭവിക്കുകയും ലുനിൻ ആ ഒരു റോള് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ കണ്ടു. അദ്ദേഹം ആ ഒരു റോള് കെപ്പയുടെ കയ്യിൽ നിന്ന് ഏറ്റെടുക്കുന്നു. പിന്നെ ലുനിൻ നമ്പർ 1 ആയിട്ട് മാറുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് വളരെ വലുതാണ്. നമുക്കറിയാം കുറച്ച് നാളായിട്ട് റയൽ മാഡ്രിഡിൽ ഇരിക്കുന്ന ഒരു താരമാണ് ലുനിൻ. പക്ഷേ അദ്ദേഹത്തിന് കൃത്യമായിട്ടും ഇപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ അത് 2 കൈയും നീട്ടി ഈ യുക്രൈനിയൻ താരം സ്വീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ചാമ്പ്യൻസ് ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയൊക്കെ ആ ഒരു ഷൂട്ടൗട്ടിലൊക്കെ അദ്ദേഹം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ലുനിൻ ഇത് അദ്ദേഹത്തിൻ്റേത് കൂടിയായിട്ടുള്ള ഒരു സീസണാക്കി മാറ്റി നമ്മൾ കണ്ടു. അപ്പോൾ ഇങ്ങനെയാണ് അവസരങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് കെപ്പ കാണിച്ചു തന്നില്ല, ലുനിൻ കാണിച്ചു തന്നു. അതാണ് വ്യത്യാസം. ഈ മെൻറ്റാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫുട്ബോളിൽ, പ്രത്യേകിച്ച് ബിഗ് സ്റ്റേജിലൊക്കെ ഇത്തരത്തിൽ വലിയ ക്ലബിലൊക്കെ പിന്നെ നല്ല രീതിയിൽ ഷൈൻ ചെയ്യണമെങ്കിൽ. അപ്പോൾ അവിടെ ലുനിൻ തൻ്റെ മെൻറ്റാലിറ്റിയും കാഴ്ചവെക്കുന്നു, കഴിവും കാഴ്ചവെക്കുന്നു. പക്ഷേ കെപ്പ അരിസബലാഗ ആ ഒരു പെനാൽറ്റി ഷൂട്ടൗട്ടിലൊക്കെ മാൻ സിറ്റിക്കെതിരൊക്കെ ഒരു ഇമ്പാക്റ്റ് ചെങ്ങായി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ് ഈ ഒരു സൈഡിൽ. അങ്ങനെ സീസൺ തുടങ്ങുന്നു. പക്ഷേ റയലിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ സെറ്റ് ബാക്കുകൾ ഉണ്ടെങ്കിൽ കൂടി അവർ തുടർച്ചയായ 5 മത്സരങ്ങളൊക്കെ വിജയിച്ചിട്ട് തുടങ്ങുകയാണ്. പക്ഷേ പിന്നെ ബദ്ധവരികളായിട്ടുള്ള അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ പരാജയം ഏറ്റുവാങ്ങുകയാണ് ലാ ലീഗയിൽ. അത് 3-1 എന്നുള്ള സ്കോർ ലൈനുള്ള ഒരു പരാജയം ഏറ്റുവാങ്ങുന്നു. അപ്പോൾ അത് കാർലോ അൻചെലോട്ടിയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ടുള്ള സ്പെക്കുലേഷൻസ് വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പരാജയമായിരുന്നു. സെപ്റ്റംബറിലാണ് ആ പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ സ്റ്റിൽ കാർലോ അൻചെലോട്ടി എന്ന് പറയുന്ന ടാക്ടീഷ്യൻ അവിടെ അദ്ദേഹത്തിൻ്റെ എബിലിറ്റി കാഴ്ചവെക്കുകയാണ്. എന്താണ് ഒരു സ്ട്രൈക്കറില്ല, ശരി, തനിക്കുള്ളത് എന്തൊക്കെയാണ്? തനിക്ക് ഏറ്റവും കൂടുതലുള്ളത് മിഡ്ഫീൽഡർമാരാണ്. അതിൽ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടോണി ക്രോസ് ഉണ്ട്, ലൂക്ക മോഡ്രിച്ച് ഉണ്ട്, ഒപ്പം ഭയങ്കര പിന്നെ ക്വാളിറ്റിയുള്ള യങ് ഫുട്ബോളേഴ്സ് ഉണ്ട്. ഫെഡെ വാൽവെർദയെ പോലെ, ചെമീനിയെ പോലെയുള്ള, കമവിംഗയെ പോലെയുള്ള താരങ്ങളുണ്ട് മിഡ്ഫീൽഡിൽ. അപ്പോൾ തനിക്ക് ഏറ്റവും കൂടുതലുള്ളത് മിഡ്ഫീൽഡർമാരാണ്. ഇതോടൊപ്പം തന്നെ റയൽ മാഡ്രിഡ് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു സൈനിങ് നടത്തിയിട്ടുണ്ടായിരുന്നു. ജൂഡിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ജൂഡ് ഉണ്ടാക്കിയുള്ള ഇമ്പാക്റ്റ് വളരെ വളരെ വലുതാണെന്ന് നമുക്കറിയുന്നതാണ്. ഓഫ് ദ പിച്ചും ഓൺ ദ പിച്ചും ചെന്നൈയുടെ ഇമ്പാക്റ്റ് തുടക്കം മുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് റയൽ മാഡ്രിഡ് ഈ സീസണിൽ വലിയൊരു ഘടകമായിട്ട് മാറിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതിലേക്കും നമുക്ക് വരാം. അപ്പോൾ അങ്ങനെ ജൂഡ് ബെല്ലിംഗാം ഉണ്ട്. അപ്പോൾ കൂടുതൽ മിഡ്ഫീൽഡർമാർ. അപ്പോൾ ഈ മിഡ്ഫീൽഡർമാരുടെ മാക്സിമം എങ്ങനെ എടുക്കാൻ പറ്റും, അതിനനുസരിച്ചിട്ടുള്ള ഒരു സിസ്റ്റം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതാണ് കാർലോ അൻചെലോട്ടി തീരുമാനിച്ചത്. അപ്പോൾ എന്താണ്, ഒരു സ്ട്രൈക്കറിൻ്റെ അഭാവം തോന്നാനും പാടില്ല. എന്നാൽ കരീം ബെൻസീമ ഉള്ള സാഹചര്യത്തിൽ പിന്നെ ഉണ്ടായിരുന്ന തരത്തിലുള്ള അറ്റാക്കിംഗ് ഔട്ട്പുട്ട് ഈ പ്ലേയേഴ്സിനെ വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും? ബ്രഹീം ഡിയാസ് മിലാനിലെ ലോൺ മതിയാക്കിയിട്ട് അദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രഹീം ഡിയാസിനെ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? അദ്ദേഹം കൂടുതലും സബിൽ നിന്ന് വന്നിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഈ സീസണിൽ നമ്മൾ കണ്ടതാണ്. ആർദ ഗുലേർ എന്ന് പറയുന്ന ഒരു ടാലൻറ്റഡ് ചെങ്ങായിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, തുർക്കിഷുകാരനെ, ബാഴ്സലോണയുടെ പിന്നെ അടുത്തുനിന്നാണ് ഓൾമോസ്റ്റ് അവർ സൈൻ ചെയ്തു എന്നുള്ള രീതിയിൽ നിന്നാണ് അദ്ദേഹത്തെ പൊക്കി കൊണ്ടുവരുന്നത്. പക്ഷേ ആർദ ഗുലേർ ഇവിടെ വരുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഇഞ്ചുറി പറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു. പക്ഷേ പിന്നീട് ഈ സീസണിൽ അദ്ദേഹവും ഇപ്പോൾ റയൽ സോസിഡാഡിനെതിരെയുള്ള മത്സരത്തിൽ ഒരുപാട് ചേഞ്ചസ് കാർലോ അൻചെലോട്ടി വരുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം മെയിൻ ഫോക്കസ് ചാമ്പ്യൻസ് ലീഗ് മത്സരമായിരുന്നു. പക്ഷേ എന്നിട്ടും അത്തരത്തിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടും റയൽ സോസിഡാഡിൻ്റെ ഹോം ഗ്രൗണ്ടിൽ 1-0 എന്നുള്ള സ്കോറിൽ വിജയിക്കുന്നു. ആ മത്സരത്തിൽ ആർദ ഗുലേർ തൻ്റെ ആദ്യത്തെ ലാ ലീഗ ഗോൾ റയൽ മാഡ്രിഡ് കുപ്പായത്തിലടിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എന്താ സംഭവിച്ചാൽ ഇടയ്ക്ക് വെച്ച് ഈ ടീമിൽ വലിയ മാറ്റങ്ങൾ നടത്തുമ്പോൾ സ്ക്വാഡിൽ ഒരുപാട് ചേഞ്ചസുകൾ വരുത്തുന്ന സാഹചര്യത്തിൽ ഈ ഫ്രിഞ്ച് പ്ലെയേഴ്സൊന്നും ചിലപ്പോൾ കാര്യമായിട്ട് പ്രകടനം കാഴ്ചവെക്കില്ല. പക്ഷെ അങ്ങനെയല്ല കാർലോ അൻചെലോട്ടി തൻ്റെ സ്ക്വാഡിനെ മാനേജ് ചെയ്യുക. അവിടെ ഫ്രിഞ്ച് പ്ലെയേഴ്സും അവർക്ക് കിട്ടുന്ന അവസരം മുതലാക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം അത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് വൈബ്സ് ഈ സ്ക്വാഡിൽ മൊത്തം ഉണ്ടാക്കിയെടുക്കാൻ കാർലോ അൻചെലോട്ടി എന്ന് പറയുന്ന മാനേജർക്ക് സാധിക്കുന്നുണ്ട്. അത് വേറെ കാര്യം. എല്ലാവരെയും ഹാപ്പിയാക്കി നിർത്താൻ അദ്ദേഹത്തിന് സാധിക്കും. അത്തരത്തിൽ ഈഗോകളെ മാനേജ് ചെയ്യാൻ, അതിപ്പോൾ വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ആയിക്കോട്ടെ, ചെറിയ ഭയങ്കര പൊട്ടൻഷ്യലുള്ള എന്നാൽ ചിലപ്പോൾ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പ്ലെയേഴ്സ് ആയിക്കോട്ടെ, യങ് പ്ലെയേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരെയും ഒരേപോലെ ഹാൻഡിൽ ചെയ്യാൻ ഈ ചെങ്ങായിക്കാരം. അതുകൊണ്ട് തന്നെയാണ് ഈ ഫ്രിഞ്ച് പ്ലെയേഴ്സ് അവർക്ക് അവസരം കിട്ടുന്ന സാഹചര്യത്തിൽ അവർ വന്നിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. പല ടീമിലും അത് നമുക്ക് കാണാൻ സാധിക്കാറില്ല. ചിലപ്പോൾ ബി ടീമിനൊക്കെ കളിപ്പിക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരുപാട് അവസരങ്ങൾ കിട്ടാത്ത പ്ലേയേഴ്സിനെ കളിപ്പിക്കുമ്പോൾ അവർ അത്ര ഇൻട്രസ്റ്റ് ഒന്നും കാഴ്ചവെക്കാറില്ല. പക്ഷെ അങ്ങനെയല്ല കാർലോ അൻചെലോട്ടിയുടെ കാര്യങ്ങൾ. അദ്ദേഹം ഡീൽ ചെയ്യുന്ന രീതി വേറെയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റ് എബിലിറ്റി. അതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പിന്നെ ടാക്ടിക്കൽ എബിലിറ്റിയാണ്, ആ ഒരു അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവാണ്. അപ്പോൾ അങ്ങനെ ഈ മിഡ്ഫീൽഡർമാർ കുറേ ഉണ്ട്. അപ്പോൾ ഈ മിഡ്ഫീൽഡർമാരെ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? ശരിയാണ്,
പുള്ളിക്കാരൻ പല രീതിയിലുള്ള ഫോർമേഷൻസ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ക്രിസ്മസ് ട്രീ ഫോർമേഷൻ യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ്, ഡയമണ്ട് ഫോർമേഷൻ യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ്, യൂഷ്വൽ 4-3-3 ഫോർമേഷനിൽ കളിപ്പിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്, 4-2-3-1 കളിപ്പിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചെങ്ങായിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സിറ്റുവേഷൻസിനനുസരിച്ച് എന്താണോ ആ ഒരു സാഹചര്യത്തിൽ ആവശ്യമുള്ളത് ആ രീതിയിലേക്ക് ടീമിനെ മൗൾഡ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കും. ടാക്റ്റിക്കലി ടീമിനെ സെറ്റ് ചെയ്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള പല ഇൻസ്റ്റൻസസുകളും ഈ സീസണിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അദ്ദേഹം വിനി ജൂനിയറിനെ ഫോൾസ് നയനായിട്ട് കളിപ്പിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡ്രിഗോ ലെഫ്റ്റ് വിങ്ങിൽ കളിപ്പിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. റോഡ്രിഗോ റൈറ്റ് വിങ്ങിൽ കളിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവർ രണ്ടുപേരും സ്ട്രൈക്കർമാരായിട്ട് കളിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ലെഫ്റ്റിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് കളിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ജൂഡ് ബെല്ലിംഗാം ഒരു ഫോൾസ് നയൻ പോലെ കളിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഡയമണ്ടിൻ്റെ ടിപ്പിൽ 10 ആയിട്ട് കളിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഫെഡെ വാൽവെർദെ ഒരു ഓക്സിലറി റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കുന്ന നമ്മൾ കണ്ടിട്ട് ഒരേ മത്സരത്തിൽ തന്നെ റൈറ്റ് വിങ്ങറായിട്ട് അദ്ദേഹം കളിക്കുന്ന നമ്മൾ കാണാൻ സാധിക്കാറുണ്ട്. അതേപോലെ തന്നെ റൈറ്റ് മിഡ്ഫീൽഡിൽ അദ്ദേഹം ഉണ്ടാകുന്നത് നമ്മൾ കാണാറുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ കൂടുതൽ മത്സരം ഫോക്കസ് ചെയ്ത് കളിച്ചതിന് ശേഷം ആ ഒരു ടിപ്പിക്കൽ സാധനമുണ്ട്, ഇടയ്ക്ക് ഒരു ക്രോസ് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് ആരെങ്കിലും പിന്നെ പറന്നു വന്നിട്ട്, അതിപ്പോൾ കാർവഹാല ആയിരിക്കാം, ചിലപ്പോൾ ലൂക്കസ് വാസ്കസ് ആയിരിക്കാം, ചിലപ്പോൾ ഫെഡറിക്കോ വാൽവെർദെ ആയിരിക്കും, ചിലപ്പോൾ വന്നിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടു. അപ്പോൾ അത്തരത്തിലുള്ള ടാക്റ്റിക്കൽ സൊല്യൂഷൻസ് മത്സരങ്ങളുടെ രീതിക്കനുസരിച്ച് യൂസ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കാറുണ്ട്. പിന്നെന്താണ്, മിഡ്ഫീൽഡിലുള്ള ഡൈനാമിക്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ പറഞ്ഞു മിഡ്ഫീൽഡർമാരാണ് കൂടുതലുള്ളത്, അപ്പോൾ മിഡ്ഫീൽഡ് ഡൈനാമിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ അതിൽ തന്നെ പല ആളുകളും ഇപ്പോൾ ഈവൻ കാർലോ ആൻചെലോട്ടി തന്നെ കഴിഞ്ഞ സീസൺ കഴിഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലൂക്ക മോഡ്രിച്ചിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ടോണി ക്രോസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ട്രാൻസിഷൻ സീസണാണ്. യങ് ഫുട്ബോളേഴ്സ് ഇങ്ങോട്ടേക്ക് വന്നിട്ട് അവർക്ക് വേണ്ടി ചിലപ്പോൾ വഴിമാറി കൊടുക്കേണ്ടി വരുമെന്നുള്ളൊരു സാഹചര്യം പറയുന്നു. അതിലേക്ക് ലൂക്ക മോഡ്രിച്ചിൻ്റെ കാര്യം ഏകദേശം അതേപോലെ തന്നെയാണ്. അദ്ദേഹം ഈ ഒരു സീസണിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു സ്റ്റാർട്ടിംഗ് പൊസിഷൻ ആവശ്യമുണ്ടെന്നുള്ള തരത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഒരു ടോപ്പ് പ്രൊഫഷണലാണ്. ആ ഒരു ടോപ്പ് പ്രൊഫഷണലിനെ കാര്യമായിട്ട് ടീമിൽ ഡ്രസ്സിംഗ് റൂമിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കാതെ കൊണ്ടുപോകാൻ കാർലോ ആൻചെലോട്ടി എന്ന് പറഞ്ഞ മാനേജർക്ക് സാധിക്കും. അതുപോലെ തന്നെ എന്താണ്, ലൂക്ക മോഡ്രിച്ചും അതേ രീതിയിൽ ഒരു പ്രൊഫഷണലാണ്. അദ്ദേഹത്തിന് അറിയാം, ശരിയാണ്, അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ എബിലിറ്റിയിൽ കാര്യമായിട്ടുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പാകത്തിലല്ല തൻ്റെ സ്ഥിതി എന്നുള്ളത് ഈ 38ാമത്തെ വയസ്സിൽ എന്നുള്ള അദ്ദേഹത്തിനും ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ടോപ്പ് പ്രോ ആയിട്ട് തൻ്റെ ടീമിനെ ഹെൽപ്പ് ചെയ്യാൻ എപ്പോഴൊക്കെ മാനേജർ ആവശ്യപ്പെടുന്നു ആ രീതിയിൽ വന്നിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും അദ്ദേഹം സംതൃപ്തനാണോ ഈ ഒരു ബിഗ് പാർട്ട് റോളിൽ? അല്ല. പക്ഷേ അതൊന്നും ഒരു പ്രശ്നമില്ലാതെ കൊണ്ടുപോകാൻ കാർലോ ആൻചെലോട്ടി എന്നുള്ള മാനേജർ സാധിക്കും. അതുപോലെ തന്നെ നാച്ചോ പൂർണ്ണമായിട്ടും ആളും ഹാപ്പി ഒന്നുമല്ല. അദ്ദേഹം ഈ സീസണിൽ അവിടെ നിന്ന് പോവുകയാണ്, എൻഡ് ഓഫ് ദ സീസണിൽ. പക്ഷേ നാച്ചോയും പൂർണ്ണമായിട്ടും ഹാപ്പി അല്ലെങ്കിലും അദ്ദേഹത്തെയും വേണ്ട രീതിയിൽ യൂസ് ചെയ്യാൻ കാർലോ ആൻചെലോട്ടിക്ക് സാധിക്കുകയാണ്. വാസ്കസിനെ യൂസ് ചെയ്യാൻ സാധിക്കുകയാണ്. അപ്പോൾ അതായത് ഇവരെക്കുറിച്ച് ഞാൻ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. ഓരോ സൈഡിലും ഓരോ സ്ക്വാഡിലും എല്ലാവരും വേൾഡ് ക്ലാസ് ഫുട്ബോളേഴ്സ് ആയിരിക്കില്ല. ചിലരെന്നൊക്കെ പറഞ്ഞാൽ ആ ക്ലബിന് വേണ്ടിയിട്ട് ഏത് അവസരത്തിലാണോ തനിക്ക് ഒരു ചാൻസ് ലഭിക്കുന്നത് അപ്പോൾ എല്ലാം കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടായിരിക്കും. അത്തരത്തിൽപ്പെട്ട ആളുകളാണ് നാച്ചോ ആണെങ്കിലും വാസ്കസ് ആണെങ്കിലും. റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ട് മരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകളാണ്. എപ്പോഴാണോ അവസരം കിട്ടുമ്പോൾ ആ ഒരു സാഹചര്യം അവർ വേൾഡ് ക്ലാസ് ഫുട്ബോളേഴ്സ് ഒന്നും അല്ല, പക്ഷേ ആ ടീമിന് വേണ്ടിയിട്ട് എന്തും കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെയുള്ള പ്ലേയേഴ്സും ഓരോ ക്ലബിലും ആവശ്യമുണ്ട്. അത് ഞാൻ പലപ്പോഴായിട്ട് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അവരെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ടുള്ള ധാരണ കാർലോ ആൻചെലോട്ടി എന്ന് പറഞ്ഞ മാനേജർക്കുണ്ട്. അതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെ ഈ മിഡ്ഫീൽഡിൻ്റെ ഡൈനാമിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ തന്നെ ടോണി ക്രോസ് ട്രാൻസിഷന് തയ്യാറായിരുന്നില്ല. ടോണി ക്രോസിന് നമുക്കറിയാം അദ്ദേഹത്തിന് ഒരു പ്രൈം ഇല്ല എന്നുള്ളത്. എപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രൈമാണെന്നുള്ള നമ്മൾ സംസാരിച്ച സംഭവമാണ്. ഈ സീസണിലും മികച്ച രീതിയിൽ ഇമ്പാക്റ്റാണ് ചങ്ങായി ഉണ്ടാക്കിയുള്ളത്. ശരിയാണ്, മേജർ പ്ലോഡിറ്റ്സുകളൊക്കെ ചിലപ്പോൾ ജൂഡ് ബെല്ലിംഗാം കൊണ്ടുപോയിരിക്കും. പക്ഷേ വീക്ക് ഇൻ വീക്ക് ഔട്ട് റയൽ മാഡ്രിഡിൻ്റെ മത്സരം കാണുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ടോണി ക്രോസ് ആ മിഡ്ഫീൽഡിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്. പക്ഷേ ആ ടോണി ക്രോസിൻ്റെ ഇമ്പാക്റ്റ് വലുതാക്കാൻ കഴിഞ്ഞ സീസണിൽ പിന്നെ വൾണറബിലിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതിന് പ്രധാന കാരണം ടോണി ക്രോസും ലൂക്ക മോഡ്രിച്ചും പല മത്സരങ്ങളും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ആ ഡൈനാമിക്സ് ഈ ഒരു പ്രായത്തിൽ ശരിയായിട്ടുള്ളൊരു സംഭവമല്ല. പകരം കമവിംഗയും ചെമേനിയും ഒക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ കളിക്കുന്നു, ഫെഡെ വാൽവെർദെ അദ്ദേഹത്തിൻ്റെ കൂടെ കളിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ആ ഒരു ഡൈനാമിക്സ് മാറ്റുന്നതോടുകൂടി കൃത്യമായിട്ടുള്ളൊരു ഫോമുല കാർലോ ആൻചെലോട്ടി കണ്ടെത്താൻ സാധിക്കുന്നു. ഡീപ്പ് പേരിൽ നിന്ന് വല്ലാത്ത രീതിയിലൊരു പ്ലേ മേക്കറിൻ്റെ റോള് പോലും ഈ സീസണിൽ മനോഹരമായിട്ട് ടോണി ക്രോസ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അതായത് ഈ സീസണിൽ ലാ ലീഗിൽ മാത്രം 7 അസിസ്റ്റുകൾ ചെങ്ങായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോൾ വിനി ജൂനിയർക്കൊക്കെ കൊടുത്തിട്ടുള്ള ബാഡ്മിൻ്റനെതിരെയുള്ള ആ ഒരു അസിസ്റ്റൊക്കെ അൺബിലീവബിൾ സാധനമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പാസിങ് ആക്യുറസി, അദ്ദേഹം ലൈൻ ബ്രേക്കിംഗ് പാസുകൾ ഡിഫൻസിൽ നിന്ന് കൊടുക്കുമ്പോൾ പോലും ആൾക്ക് ചങ്ങായിക്ക് 90% എബവ് പാസിങ് ആക്യുറസി എന്നുള്ള കാര്യം ഓർക്കണം. അദ്ദേഹം ഇങ്ങനെ ലോങ് ബോളുകൾ കൊടുക്കുന്നു, അദ്ദേഹം ഇങ്ങനെ സ്വിച്ചുകൾ നടത്തുന്നു. എന്നിട്ടോ ഈ ജാതി പാസിങ് ആക്യുറസിയാണ്. അപ്പോൾ ആൾ ജസ്റ്റ് സൈഡ് വേസ് പാസുകൾ മാത്രമല്ല കൊടുക്കുന്നത്, ഡീപ്പ് ഏരിയയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒടുക്കത്തെ വിഷനുള്ള തരത്തിലൊരു ഫുട്ബോളറാണ് ചങ്ങായി നമുക്കറിയുന്നതാണ്. ആ ചങ്ങായിയുടെ
ഈ പിന്നെ സീസൺ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു സീസണാണ്. അതായത് 2020-21 സീസണിൽ റയൽ മാഡ്രിഡ് ലാലിഗ ടൈറ്റിൽ അടിച്ചതിന് ശേഷം ടോണി ക്രോസ് ഏറ്റവും കൂടുതൽ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ലാലിഗ സീസണാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോയിട്ടുള്ളത്. ഇനി 4 മത്സരങ്ങൾ ബാക്കിയുണ്ട്, 7 അസിസ്റ്റുകൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്, ഒരു ഗോളും ഉണ്ട്. അപ്പോൾ അങ്ങനെ വലിയ ഇമ്പാക്റ്റ് ടോണി ക്രോസ് ഒരു ഡീപ്പ് പ്ലേ മേക്കർ എന്നുള്ള രീതിയിൽ കാഴ്ചവെക്കുന്നു. അപ്പം ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ അദ്ദേഹം നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് കൂടുതലും അദ്ദേഹത്തിൻ്റെ അത്ലറ്റിസം യൂസ് ചെയ്തിട്ടല്ല. ഇപ്പോൾ ഫെഡെ വാൽവർദെയൊക്കെ അദ്ദേഹത്തിൻ്റെ ഒടുക്കത്തെ അത്ലറ്റിസം യൂസ് ചെയ്തിട്ടാണ്, അദ്ദേഹത്തിൻ്റെ എനർജി യൂസ് ചെയ്തിട്ടാണ് ഡിഫെൻഡിങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത്തരത്തിൽ റൈറ്റ് ബാക്കിന് ഒരു കവറൊക്കെ അദ്ദേഹം കൊടുക്കുന്നത്. ബട്ട് അങ്ങനെയല്ല, ടോണി ക്രോസ് ഗെയിം റീഡിങ് എബിലിറ്റിയാണ്, ഇൻ്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് ചെങ്ങായി ഡിഫെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ടോണി ക്രോസിനെ കുറിച്ച് നമ്മൾ പല സാഹചര്യങ്ങളും സംസാരിച്ചതാണ്. അപ്പോൾ ഈ ടോണി ക്രോസ് കാർലോ ആൻചെലോട്ടി തുടക്കത്തിൽ പറഞ്ഞ ആ ട്രാൻസിഷന് തയ്യാറല്ല. മെയിൻ മാനായിട്ട് ആ മിഡ്ഫീൽഡിൽ കളിക്കുകയാണ്. പക്ഷേ കൃത്യമായിട്ടുള്ള ഡൈനാമിക്സ്, കൃത്യമായിട്ടുള്ള ഫോർമുല കണ്ടെത്താൻ കാർലോ ആൻചെലോട്ടിക്ക് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ഇടവും വലവും പലപ്പോഴായിട്ട്, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ അദ്ദേഹം ഡീപ്പായിട്ട് കളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടവും വലവും യങ്സ്റ്റേഴ്സ് കളിക്കും. ഇനി ഡീപ്പായിട്ട് ചെമേനിയോ കമേനിയോ കളിക്കുമ്പോൾ ഇടത്തോ വലത്തോ ആയിട്ട് ടോണി ക്രോസ് കളിക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. കൂടുതലും ഇടത്ത് അദ്ദേഹം കളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. വലത്ത് നമുക്ക് കൂടുതലും ആ ഒരു റൈറ്റ് സൈഡിൽ ഫെഡെ വാൽവർദെയെ കാണുക. അദ്ദേഹം സ്റ്റാർട്ടിംഗ് പൊസിഷൻ ചിലപ്പോൾ റൈറ്റ് സൈഡിലായിരിക്കും, അദ്ദേഹം ഗ്രൗണ്ടിലും മൊത്തം നമുക്ക് ഫെഡെ വാൽവർദെയുടെ ഒരു ഇമ്പാക്റ്റ് കാണാൻ സാധിക്കും. അപ്പോൾ കാർലോ ആൻചെലോട്ടി ഈ ഡയമണ്ട് ഫോർമേഷനിൽ, ഈ ഒരു നാരോ ഫോർമേഷനിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വിനി ജൂനിയർ ആണെങ്കിലും റോഡ്രിഗോ ആണെങ്കിലും കൂടുതലും നാരോയിട്ടാണ് കളിക്കുന്നത്. അവർ വൈഡായിട്ടാണ് പല സാഹചര്യങ്ങളിലും അവർ വിങ്ങർമാരായിട്ട് കളിക്കുമ്പോൾ കളിക്കുക. പക്ഷേ കുറച്ചുകൂടെ നാരോയിട്ട് കളിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യേണ്ട ആ ഒരു ദൗത്യം എന്ന് പറഞ്ഞാൽ ഈ ഫുൾ ബാക്കുകൾക്കാണ്. അപ്പോൾ കാർവഹാലൊക്കെ അത്തരത്തിൽ അറ്റാക്കിംഗ് കോൺട്രിബ്യൂഷൻ നടത്തുമ്പോൾ അവിടെ കവർ കൊടുക്കണം. ആ കവർ കൊടുക്കാൻ കൃത്യമായിട്ടും കഴിയുന്ന തരത്തിലൊരു ഫുട്ബോളറാണ് ഫെഡെ വാൽവർദെ. അത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ സീസണിൽ. അപ്പോൾ ഫെഡെ വാൽവർദെയുടെ ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ ഈ ടീമിൽ വലിയ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ലെഫ്റ്റ് സൈഡിൽ പിന്നെ മെൻഡി ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം കൂടുതലും ആ ഒരു പിന്നെ ഒഫെൻസീവ് കോൺട്രിബ്യൂഷൻ കാര്യമായിട്ട് കാർവഹാൽ അത്ര നടത്താറില്ല. പക്ഷേ ഡിഫെൻസീവ്ലി സോളിഡായിട്ടാണ് മെൻഡി ഈ സീസണിൽ കളിച്ചിട്ടുള്ളത്. ഇനി എന്താണ് പിന്നെ ഡിഫെൻസിലേക്ക് പോയി കഴിഞ്ഞാൽ, ഡിഫെൻസിൽ ഞാൻ പറഞ്ഞു മിലിറ്റാവോക്ക് ഇഞ്ചുറി പറ്റിയത് ഒരു മേജർ പ്രശ്നമായിരുന്നു. പക്ഷേ അപ്പോഴാണ് ടോണി റൂഡിഗർ തൻ്റെ ആ ഒരു എബിലിറ്റി ആളുകളുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഡിഫെൻഡിങ്ങിനെ കുറിച്ച് ചെൽസി ആരാധകർക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ്. അദ്ദേഹം റയൽ മാഡ്രിഡിലേക്ക് വന്ന സാഹചര്യത്തിൽ തുടക്കത്തിൽ കാർലോ ആൻചെലോട്ടിയുടെ ട്രസ്റ്റ് അത്രക്ക് അങ്ങോട്ട് നേടിയെടുത്തിട്ടുണ്ടായിരുന്നില്ല തുടക്കത്തിൽ. പക്ഷേ പിന്നീട് ഒരു മെയിൻ മാനായിട്ട് മാറി നമ്മൾ കണ്ടു. ഈ സീസണിൽ ചെങ്ങായിനെ സംബന്ധിച്ചിടത്തോളം ഒരു അണ്ടർ റേറ്റഡ് സീസണാണ്. അതായത് യൂറോപ്പിലെ തന്നെ ഏറ്റവും മികച്ച സെൻറ്റർ ബാക്കുകളിൽ ഒരാളാണ് ടോണി റൂഡിഗർ, ആൻ്റോണിയോ റൂഡിഗർ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതായത് ഒരു ലീഡർ എന്ന രീതിയിൽ പോലും അദ്ദേഹം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയാണ്. ഓൺ ദ പിച്ച്, ഓഫ് ദ പിച്ച് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഓൺ ദ പിച്ച് ചങ്ങായി ഇപ്പോൾ മാൻ സിറ്റിക്കെതിരെയുള്ള മത്സരത്തിൽ ഹാലൻഡിനെ പൂട്ടിയ രീതി, ഈ ഡിഫിക്കൽട്ട് ഗ്രൗണ്ടിൽ ലാലിഗയിൽ പോയിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ റയൽ മാഡ്രിഡിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ സാൻ മാമസിലാണെങ്കിലും അതുപോലെ തന്നെ റയൽ സോസിഡാഡിൻ്റെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് വിജയം സ്വന്തമാക്കുന്ന നമ്മൾ കണ്ട്, ജിറോനയ്ക്കെതിരെ മികച്ച വിജയം സ്വന്തമാക്കുന്ന നമ്മൾ കണ്ടു. അപ്പോൾ അതിലൊക്കെ ഈ ഡിഫൻസ് കാര്യമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ടോണി റൂഡിഗറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറായിട്ട് ചെമേനി കളിക്കുന്ന സാഹചര്യങ്ങൾ പല മത്സരങ്ങളും നമ്മൾ കാണുന്നു. ചെമേനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഫുൾ 90 മിനിറ്റ്സ് കളിച്ചിട്ടുള്ള ഒരു മത്സരവും റയൽ മാഡ്രിഡ് ഈ സീസണിൽ പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. കൃത്യമായിട്ടുള്ള ആ സ്റ്റാറ്റ് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്താൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ഈ പല പാർട്ട്ണർമാരും അദ്ദേഹത്തിൻ്റെ കൂടെ കളിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാണ്. ഡേവിഡ് അലാബയ്ക്ക് ഇഞ്ചുറി പറ്റുന്നത് നമ്മൾ കണ്ടു. ഡിസംബർ ആയപ്പോൾ അദ്ദേഹത്തിനും സീസൺ എൻഡിങ് തരത്തിലുള്ളൊരു ഇഞ്ചുറി സംഭവിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വീണ്ടും സെറ്റ് ബാക്കുകൾ നേരിടുന്നൊരു സാഹചര്യം കണ്ടു. അപ്പോൾ ഈ ടോണി റൂഡിഗർ പല തരത്തിലുള്ള പാർട്ട്ണർമാർ അദ്ദേഹത്തിൻ്റെ കൂടെ വരുമ്പോഴും ഒരു ലീഡർ എന്ന രീതിയിൽ അവരെ ഓർഗനൈസ് ചെയ്യാൻ, മൊത്തത്തിൽ ഡിഫൻസിനെ ഓർഗനൈസ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടായിരുന്നു. ഓർക്കേണ്ട മറ്റൊരു സംഭവം ഈ കാർലോ ആൻചെലോട്ടിയുടെ ഒരു ഇമ്പാക്റ്റാണ്. ഇത്രയും സെറ്റ് ബാക്കുകൾ നേരിട്ടപ്പോൾ ജാനുവരിയിൽ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് ഒരു സെൻറ്റർ ബാക്കിന് വേണമെങ്കിൽ ആൻചെലോട്ടിക്കും റയൽ മാഡ്രിഡിനും സൈൻ ചെയ്യാമായിരുന്നു. പക്ഷേ ആൻചെലോട്ടി അത്തരത്തിലുള്ള ഒരു കാര്യം ഡിമാൻഡ് ചെയ്യില്ല എന്നുള്ളതാണ്. അതായത് ഒരു ഓണറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രീം മാനേജറാണ്. അവിടെ ഉള്ള റിസോഴ്സുകൾ വെച്ചിട്ട് മാനേജ് ചെയ്യാൻ ഈ ചെങ്ങായി തയ്യാറാണ്. മാത്രമല്ല അത് ബാക്കിയുള്ള ഫ്രഞ്ച് പ്ലേയേഴ്സിന് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് എത്രത്തോളം ആയിരിക്കും എന്നുള്ള കാര്യം ആലോചിച്ചു. കാരണം മാനേജറിൽ തന്നിൽ ട്രസ്റ്റ് ഉണ്ടെന്നുള്ളത് അവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നാച്ചോയൊക്കെ പിന്നീട് അദ്ദേഹം യൂട്ടിലൈസ് ചെയ്തിട്ട് രീതി, നാച്ചോയുടെ അത്ര നല്ലൊരു സീസണൊന്നും അല്ല ഈ സീസൺ നമുക്കറിയുന്നതാണ്. പക്ഷേ സ്റ്റിൽ അവർക്കൊക്കെ ഒരു കോൺഫിഡൻസ് ആണ് കൊടുക്കുന്നത്. അതായത് എനിക്ക് പുതിയ ആരെയും വേണ്ട, ഇവിടെ ഉള്ളവരെ വെച്ച് തന്നെ ഞാൻ മാനേജ് ചെയ്തോളാം, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഞാൻ മാനേജ് ചെയ്തോളാം എന്നൊരു കാര്യമാണ് കാർലോ ആൻചെലോട്ടി പറയുന്നത്. അത് ഈ ടീമിൽ പരത്തുന്ന ഒരു വല്ലാത്തൊരു കോൺഫിഡൻസ് ഉണ്ട്. അത് ഭീകരമായിട്ടുള്ളൊരു സംഭവമാണ്. അതും മാൻ മാനേജ്മെൻറ്റിൻ്റെ
ഒരു കാര്യമായിട്ട് നമുക്ക് കണക്കിലെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ ആ ഒരു ഫ്രഞ്ച് പ്ലേയേഴ്സിൻ്റെ അടുത്ത് നിന്ന് ബെസ്റ്റ് എടുപ്പിക്കാനും ഈ കാർലോ അൻചെലോട്ടിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഡിഫൻസിൽ ഫെബ്രുവരി 10 ജിറോണയ്ക്കെതിരെയുള്ള മത്സരം. അപ്പോൾ അതിൽ ആകെ മെൻഡി മാത്രമാണ് നാച്ചുറൽ പൊസിഷനിൽ ആ ഒരു മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് പുള്ളി ലെഫ്റ്റ് ബാക്കിൽ കളിക്കുന്നു. ടോണി റൂഡിഗറിന് എന്തോ ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ പുള്ളിക്കാരനില്ല. പിന്നെ ഓൾറെഡി മിലിറ്റാവില്ല, അലാവയില്ല. അപ്പോൾ ആര് കളിക്കും അന്ന്? അതുപോലെ നാച്ചോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ കാർവഹാലും ചെമേനിയും സെൻറ്റർ ബാക്കുകളായിട്ട് കളിക്കുന്നു. റൈറ്റ് ബാക്കായിട്ട് വാസ്കസ് കളിക്കുന്നു. വാസ്കസ് റൈറ്റ് ബാക്കാണ് ഇപ്പോൾ കളിക്കുന്നത്, പക്ഷേ ആളൊരു നാച്ചുറൽ വിങ്ങറായെന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡിഫെൻസീവ് ലൈനപ്പ് വെച്ചുകൊണ്ട് ഒരു ക്ലീൻ ഷീറ്റ് ജിറോണയ്ക്കെതിരെ റയൽ മാഡ്രിഡ് ഹോമിൽ സ്വന്തമാക്കിയിട്ടുണ്ട് ഈ സീസണിൽ. അപ്പോൾ അതിൽ ഈ മിഡ്ഫീൽഡിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതാണെന്നുള്ളതാണ്. ഫെഡെ വാൽവെർദെയൊക്കെ അസാധ്യമായിട്ടാണ് ആ മത്സരത്തിലൊക്കെ ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ളത്. ഈ കമോവിങ്കയുടെയൊക്കെ ഇൻഫ്ലുവൻസ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ വളരെ വലുതാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല സെറ്റ് ബാക്കുകൾ സംഭവിക്കുമ്പോഴും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ കാർലോ അൻചെലോട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. 4-0 എന്നുള്ള സ്കോർ ലൈനാണ് ജിറോനെ ആ മത്സരത്തിൽ റയൽ മാഡ്രിഡ് പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്, ഇത്രയും ഡിഫെൻസീവ് പ്രശ്നങ്ങളുണ്ടായിട്ടും. അപ്പോൾ അതൊക്കെ ഓരോ ഉദാഹരണങ്ങളാണ്. പിന്നെ ഈ ടാക്ടിക്കൽ സെറ്റപ്പിൽ ഞാൻ പറഞ്ഞ പോലെ ഈ പല സാഹചര്യങ്ങളും ഡയമണ്ട് യൂസ് ചെയ്യുന്നു. ചില സാഹചര്യങ്ങളിൽ ഫോൾസ് 9 എന്ന രീതിയിൽ ജൂഡ് ബെല്ലിംഗാം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഡയമണ്ടിൽ ടിപ്പായിട്ട് അദ്ദേഹം കളിക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ഫോൾസ് 9 ആയിട്ട് കളിക്കുന്നു. പക്ഷേ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, സ്വഭാവം കളിയുടെ എന്ന് പറഞ്ഞാൽ ബോക്സിലേക്ക് ലേറ്റായിട്ട് അറൈവ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഇമ്പാക്റ്റ്, ഒരു സ്ട്രൈക്കറിനെ പോലെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു പരിപാടിയാണ് അദ്ദേഹം ചെയ്യുന്നുണ്ടായിരുന്നത്. അത് ഭംഗിയായിട്ട് അദ്ദേഹം ഈ സീസണിൽ ചെയ്യുന്നു നമ്മൾ കണ്ടു. ഒപ്പം ഡിഫെൻസീവ് കോൺട്രിബ്യൂഷനും അദ്ദേഹത്തിന് നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണെങ്കിൽ വിനി ജൂനിയർക്ക് ഇഞ്ചുറി പറ്റുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. വിനി ജൂനിയർക്ക് ഇഞ്ചുറി പറ്റുന്നു. റോഡ്രിഗോയുടെ ഫോം എന്ന് പറഞ്ഞാൽ ഓൺ ആൻഡ് ഓഫ് ആയിരുന്നു, ഹോട്ട് ആൻഡ് കോൾഡ് ആകുന്ന സാഹചര്യമൊക്കെ നമുക്ക് തുടക്കത്തിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ ഈ സീസണിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ശരിക്കും ജൂഡ് ബെല്ലിംഗാം എല്ലാവരെയും ഞെട്ടിച്ചുള്ളൊരു ഇമ്പാക്റ്റാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ജൂഡ് ബെല്ലിംഗാമിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുള്ളത്. ഹേയ് ജൂഡ് ശരിക്കും അങ്ങോട്ട് ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ റയൽ മാഡ്രിഡിൻ്റെ ആ ഒരു കുപ്പായം ധരിക്കുമ്പോൾ അത് വളരെ ഹെവി ആയിട്ടൊരു കുപ്പായമാണെന്ന് നമുക്കറിയാം. പക്ഷേ അത് വളരെ അനായാസമായിട്ട് അവിടെ ചെങ്ങായി അറ്റാക്ക് ചെയ്യുന്നതാണ് നമ്മളുടെ തുടക്കം മുതൽ. പ്രീ സീസൺ മുതൽ തന്നെ ചെങ്ങായിയുടെ ഇമ്പാക്റ്റ്, ആൾ ഒരു നീ ഇഞ്ചുറി കഴിഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. വലിയ ബിഗ് മണി സൈനിങ് ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അദ്ദേഹം ആ ഒരു പ്രീ സീസൺ തന്നെ കാഴ്ചവെക്കുന്നു. തൻ്റെ ആദ്യത്തെ മത്സരത്തിൽ തന്നെ, ഡെബ്യൂവിൽ തന്നെ ബിൽബാവോക്കെതിരെ ഗോളടിച്ചിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കി തുടങ്ങുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഹോം ഡെബ്യൂ അദ്ദേഹം ഗെറ്റാഫയ്ക്കെതിരെ ഗോളടിക്കുന്നു. ചാമ്പ്യൻസ് ലീഗിൽ നാപ്പിളിക്കെതിരെ ഗോളടിക്കുന്നു. എൽ ക്ലാസിക്കോയിൽ തൻ്റെ ആദ്യത്തെ എൽ ക്ലാസിക്കോ മത്സരത്തിൽ 2 ഗോൾ അടിക്കുന്നു, ബ്രേസ് അടിക്കുന്നു, അതിൽ തന്നെ ലേറ്റ് വിന്നർ അടിക്കുന്നു. അത്തരത്തിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയാണ്. ഇതൊക്കെ പോരെ ഫാൻ ഫേവറേറ്റ് ആകാൻ? അതുതന്നെയാണ് ജൂഡ് ബെല്ലിംഗാം തുടക്കം മുതൽ ചെയ്യുന്നുണ്ടായിരുന്നത്. അതായത് ഡിസംബർ ആകുമ്പോഴേക്കും തന്നെ ഓൾ കോമ്പറ്റീഷനിൽ 16 ഗോളുകൾ ചെങ്ങായി അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്നുള്ള രീതിയിൽ അവിടെ വന്നിട്ട് പക്ഷേ ഗോളുകൾ അടിച്ചുകൊണ്ട് ആളുകൾ ഞെട്ടിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ കാർലോ അൻചെലോട്ടി പറയുന്നുണ്ടായിരുന്നു, ഇത് ഡ്രൈ ആകാനുള്ള സാധ്യതയുണ്ട്, ഗോൾസ് ഡ്രൈ ആകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. അത് തന്നെയാണ് പിന്നീട് സംഭവിച്ചത്. അദ്ദേഹത്തിന് ഇതിനിടയ്ക്ക് ഡിസ്ലൊക്കേറ്റഡ് ഷോൾഡറൊക്കെ സംഭവിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും സ്ട്രാപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അദ്ദേഹം കളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ പെയിനിൽ അദ്ദേഹം കളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ഇഞ്ചുറി പറ്റി, ഇഞ്ചുറിയിൽ നിന്ന് തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തിന് ആ ഒരു റിതം നഷ്ടപ്പെടുന്ന സാഹചര്യം, ഇടയ്ക്ക് ഒരു സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കിട്ടി, അങ്ങനെ റിതമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെയും ഗോൾസ് ഡ്രൈ ആകുന്ന സാഹചര്യത്തിലും അദ്ദേഹം ഒരു മിഡ്ഫീൽഡർ എന്ന രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയാണ്. ഓഫ് ദ പിച്ച് അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ അദ്ദേഹം എറ്റിഹാദിൽ ആ ഒരു ഗോൾ അടിച്ചതിൽ വലിയ പങ്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ബോൾ അദ്ദേഹം കൺട്രോൾ ചെയ്ത രീതിയും ആ ഗോളിൽ അദ്ദേഹം ഉണ്ടാക്കിയ ഇമ്പാക്റ്റും ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയോ എൽ ക്ലാസിക്കോയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗോൾ വരൾച്ച അവസാനിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അതും ഒക്കെ സുന്ദരമായിട്ടുള്ള നിമിഷങ്ങളാണ് ഈ സീസണിൽ. എൽ ക്ലാസിക്കോകൾ 3 റയൽ മാഡ്രിഡ് ഈ സീസണിൽ കളിക്കുന്ന, ആ 3ലും വിജയിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ സീസണിൽ അങ്ങനെ ആയിരുന്നില്ല സ്ഥിതിഗതികൾ എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. പക്ഷേ ഈ സീസണിൽ സൂപ്പർ കോപ്പ ബാഴ്സലോണയെ പരാജയപ്പെടുത്തിയിട്ട് സ്വന്തമാക്കുന്നു. ക്ലാസിക്കോയിൽ ഹോം ആൻഡ് എവേ വിജയിക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. അപ്പോൾ അങ്ങനെ ഒപ്പം ലേറ്റ് ഗോളുകൾ അടിച്ചിട്ട് വിജയിക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. ഇതോടൊപ്പം ഈ ജൂഡ് ബെല്ലിംഗാമിൻ്റെ അദ്ദേഹം ഇപ്പോഴും പിച്ച് റേസിൽ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗോളുകൾ 18 ഗോളുകൾ അദ്ദേഹം ലാലിഗയിൽ അടിച്ചതിൽ 14 പോയിൻറ്റ്സ് ഡയറക്റ്റ്ലി റയൽ മാഡ്രിഡിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെക്കാൾ കൂടുതൽ അത്തരത്തിൽ ഡയറക്റ്റ് പോയിൻറ്റ്സിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയുള്ളത് ലെവൻഡോസ്കിയാണ് ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ട്. അദ്ദേഹത്തിൻ്റെ ഗോളുകൾ 17 പോയിൻറ്റ്സ് ബാഴ്സലോണയ്ക്ക് സ്വന്തമാക്കി കൊടുത്തിട്ടുണ്ട്. 14 പോയിൻറ്റ്സ് റയൽ മാഡ്രിഡിൻ്റെ ജൂഡ് ബെല്ലിംഗാമിൻ്റെ ഗോളുകൾ ഡയറക്റ്റായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തെന്നുള്ള കാര്യം പറയണം. അപ്പോൾ അത്തരത്തിൽ ഹേയ് ജൂഡിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മൾ കാണണം. 20-ാമത്തെ വയസ്സിൽ തന്നെ
ഒരു പെർഫെക്റ്റ് മാച്ചാണ് റയൽ മാഡ്രിഡും ജൂഡ് ബെല്ലിംഗാം എന്നുള്ളത് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. മെൻറ്റാലിറ്റി വൈസ് നെവർ ഗിവ് അപ്പ് മെൻറ്റാലിറ്റി ഉണ്ട് ഈ ചങ്ങായിക്ക്. അതേപോലെ തന്നെയാണ് റയൽ മാഡ്രിഡിൻ്റെ മെൻറ്റാലിറ്റി, നെവർ ഗിവ് അപ്പ് ആണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പെർഫെക്റ്റ് മാച്ചാണ് ഇവർ രണ്ടുപേരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇനിയും ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് അതിന് ഗെയിമിൽ വരാനുണ്ട് എന്നുള്ള ആലോചിക്കുമ്പോൾ എത്ര സ്കെയറിയാണ് ചങ്ങയുടെ പൊട്ടൻഷ്യൽ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ കാർലോ ആഞ്ചലോട്ടി ഈ ജൂഡ് ബെല്ലിംഗാമിൻ്റെ ബെസ്റ്റ് എടുക്കാൻ അദ്ദേഹത്തിന് തുടക്കം മുതലേ സാധിക്കുന്നു. അത് ചെറിയൊരു സംഭവമൊന്നുമല്ല. പ്രത്യേകിച്ച് പുതിയൊരു ലീഗിലേക്ക് വന്നിട്ടുള്ള ഒരു പ്ലെയറിൻ്റെ അടുത്ത് നിന്ന് അതിന് ആ പ്ലെയറിൻ്റെ ആ ഒരു കോൺഫിഡൻസ് ലെവലും മെൻറ്റാലിറ്റിയും അതിന് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മാനേജർ എന്താണോ ആവശ്യപ്പെടുന്നത് അത് ചെയ്യുക ഈ ഒരു ചെറിയ പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ഈക്വലി പ്ലെയർക്കും കോച്ചിനും നമുക്ക് അവിടെ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ജൂഡ് ബെല്ലിംഗാമിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ കാണുന്നു. അപ്പോൾ ഇവരുടെ ഈ ഡിഫെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ, ഇപ്പോൾ നമ്മൾ ഈ സീസണിലെ റയൽ മാഡ്രിഡിൻ്റെ നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അവർ ആ 22 ഗോളുകളെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അന്ന് സെപ്റ്റംബറിൽ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ പരാജയം ഏറ്റുവാങ്ങിയ ശേഷം പിന്നെ 28 മത്സരങ്ങളിൽ ആ ലീഗിൽ അൺബീറ്റൻ ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള റെക്കോർഡ് അവർക്കുണ്ട്. ഈ ഒരു കാലയളവിൽ 22 ഗോളുകളെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. മാത്രമല്ല അവർ അടിച്ച ഗോളുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അവർ ഓൾറെഡി 74 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ ബെൻസീമ ഉണ്ടായിരുന്ന സീസണിൽ അവർ 75 ഗോളുകളെ മൊത്തം സീസണിൽ അടിച്ചിട്ടുള്ളൂ. ഇനി 4 മത്സരങ്ങൾ ബാക്കിയുണ്ട് ഈ സീസണിൽ. ഇനി ടൈറ്റിൽ വിന്നിങ് ക്യാമ്പയിനിൽ ഈ സീസണ് മുമ്പത്തെ സീസൺ ഉണ്ടായിരുന്നല്ലോ, അതായത് ബാഴ്സലോണ ടൈറ്റിൽ അടിച്ചതിന് മുമ്പത്തെ സീസണിൽ റയൽ മാഡ്രിഡ് ആണെന്നല്ലോ ടൈറ്റിൽ അടിച്ചിട്ടുണ്ടായിരുന്നത്. ആ സീസണിൽ അവരടിച്ച ഗോളുകൾ 80 ഗോളുകളാണ്. അപ്പോൾ ആ ഗോളുകളുടെ എണ്ണം പോലും പിന്നെ മറികടക്കാൻ ഒരു സാധ്യതയുണ്ട് ഈ സീസണിൽ ഒരു എലീറ്റ് നമ്പർ 9 ഇല്ലാതെ. അവിടെയാണ് നമ്മൾ വീണ്ടും കാർലോ ആഞ്ചലോട്ടിയുടെ സിസ്റ്റത്തിന് ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല, കാർലോ ആഞ്ചലോട്ടി എന്ന് പറഞ്ഞ മാനേജറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ കാർലോ ആഞ്ചലോട്ടി എന്ന് പറഞ്ഞ ടാക്ടീഷ്യനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി വേറൊരു സംഭവം, ഇതിൽ കാർലോ ആഞ്ചലോട്ടിക്ക് മാത്രമാണോ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്? അദ്ദേഹത്തിൻ്റെ ടീമിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ ടീമിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് കോച്ചായിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരനും ഈ ഡ്രസ്സിങ് റൂമിലെ വൈബ് മനോഹരമാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അത്ലറ്റിക്കിൻ്റെ ഒരു ആർട്ടിക്കിളൊക്കെ വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചുള്ളത്. അതുപോലെ തന്നെ ട്രെയിനിങ്ങിലും കാര്യത്തിലൊക്കെ ഈ ഡേവിഡ് ആൻസലോട്ടി എന്ന് പറയുന്ന ആൻസലോട്ടിയുടെ മകൻ കാര്യമായിട്ടുള്ള പങ്ക് വഹിക്കുന്നത്. അദ്ദേഹത്തിന് പല ഭാഷകൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചങ്ങയാണ്. അപ്പോൾ ഈ പ്ലെയേഴ്സുമായിട്ടൊക്കെ ശരിക്കും പിന്നെ നല്ല ഒരു പിന്നെ വേവ് ലെങ്ത്തും കാര്യങ്ങളും അദ്ദേഹത്തിന് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതേസമയം 34 വയസ്സേ ഉള്ളൂ. അദ്ദേഹത്തെക്കാൾ പ്രായം കൂടുതലാണ് ലൂക്ക മോഡ്രിച്ചിനൊക്കെ. പക്ഷേ എന്നിട്ടും എല്ലാവരുമായിട്ടും നല്ല ഋതത്തിലും നല്ല പിന്നെ ആ ഒരു വേവ് ലെങ്ത്തും മെയിൻറ്റെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ടെക്നിക്കൽ അനലിസ്റ്റ് ആയിട്ടുള്ള ഫ്രാൻസിസ്കോ മൗരി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. 35 വയസ്സാണ് ചങ്ങായിക്കുള്ളത്. ഈ മാഡ്രിഡിനെ സംബന്ധിച്ചോളം അവർ ഈ സെറ്റ് പീസുകളിൽ നിന്നൊക്കെ അവർ ഡിഫെൻഡ് ചെയ്യുന്ന രീതിയൊക്കെ വളരെ പിന്നെ ഇമ്പ്രസീവാണ്. അതിനൊക്കെ ഈ ഫ്രാൻസിസ്കോ മൗരിയുടെ ഒരു ഇമ്പാക്റ്റ് വളരെ വലുതാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ഇതോടൊപ്പം പിന്നെ ഫിസിക്കൽ ട്രെയിനറായിട്ടുള്ള ആന്റോണിയോ പിൻറ്റുസ്, ശരിയാണ് അവർക്ക് ACL ഇഞ്ചുറീസും പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട്. പക്ഷേ ഉള്ള സാഹചര്യത്തിൽ ബാക്കിയുള്ള പ്ലേയേഴ്സിനൊക്കെ ഫിറ്റായിട്ട് നിലനിർത്താനൊക്കെ ഈ ചങ്ങായിക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഗോൾ കീപ്പിംഗ് കോച്ചായിട്ടുള്ള ലൂയിസ് ലോപ്പസ്, ചങ്ങായിയുടെ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അത് ഇപ്പോൾ നമുക്ക് ആ ഒരു പെനാൽറ്റി ഷൂട്ടൗട്ടിലൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില മത്സരങ്ങളിലൊക്കെ ഈ ക്രോസുകൾ ഹാൻഡിൽ ചെയ്യുന്നതിലും ബോക്സിലേക്ക് വരുന്ന ബോളുകൾ ഹാൻഡിൽ ചെയ്യുന്നതിലൊക്കെ ലുനിന് ഇത്തിരി വളറബിലിറ്റി ഒക്കെ കാഴ്ചവെക്കാറുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ അവർ ഇതൊക്കെ പിന്നെ ഹാൻഡിൽ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കൂട്ടായ പ്രയത്നം കൂടിയാണ്. കാർലോ ആഞ്ചലോട്ടിയുടെ ടീമിന് നമുക്ക് ഇതിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ട്. ഇതോടൊപ്പം തന്നെ ഡ്രസ്സിംഗ് റൂമിലെ വൈബ്സ് അത് എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഈ യങ് ഫുട്ബോളേഴ്സും പുതുതായിട്ട് വന്നിട്ടുള്ള പ്ലെയേഴ്സും അതുപോലെ അവിടെ ഓൾറെഡി ഉള്ള യങ് ഫുട്ബോളേഴ്സും സീനിയർ പ്ലെയേഴ്സും ഒക്കെ എല്ലാവരും തമ്മിൽ ഭയങ്കര നല്ല ഒരു റിതമാണുള്ളത്. അപ്പോൾ അതിന് എന്താ സംഭവം എന്ന് വെച്ചാൽ ആ ഒരു പിന്നെ ഗുഡ് വൈബ്സിന് പ്രധാന കാരണക്കാരൻ കാർലോ ആഞ്ചലോട്ടി തന്നെയാണ്, സംശയമില്ലാത്തൊരു കാര്യമാണ്. അദ്ദേഹം അത്തരത്തിൽ നല്ല വൈബ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിലുള്ളൊരു ചങ്ങായിയാണെന്നുള്ളത് നമുക്കറിയാം. പ്രായമായെങ്കിലും അദ്ദേഹത്തിന് ഈ യങ് ഫുട്ബോളേഴ്സിനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. പിന്നെ ഈ യങ് ഫുട്ബോളേഴ്സ് അവിടെയുള്ള സീനിയർ പ്രോസിൻ്റെ അടുത്തുനിന്ന് കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന അത്തരത്തിൽ മെൻറ്റാലിറ്റി ഉള്ള ചങ്ങായിമാരാണ്. പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ കമവിംഗയും വിനി ജൂനിയറും ഒരുമിച്ചായിരുന്നു അത്ര ക്രിസ്മസ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ പ്ലേയേഴ്സിൻ്റെ കൊഹീഷനൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആക്കാനായിട്ട് പുതിയൊരു ടാക്ടിക്ക് ഇത്തവണ ഡ്രസ്സിംഗ് റൂമിൽ കാർലോ ആഞ്ചലോട്ടിയും ടീമും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പ്രീ മാച്ച് പ്രിപ്പറേഷൻസിൻ്റെ ഭാഗമായിട്ട് പല പ്ലേയേഴ്സും ഈ പിന്നെ ടീമിന് മത്സരത്തിന് മുമ്പായിട്ട് അഡ്രസ്സ് ചെയ്യാനൊക്കെ
പറയുന്നുണ്ടായിരുന്നു. അതായത് ഇന്ന് ഒരാളാണെങ്കിൽ നാളെ വേറൊരാൾ ടീമിനെ അഡ്രസ്സ് ചെയ്യും. അങ്ങനെ ഓരോരുത്തരുടെയും ആ ഒരു പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ടീമിലേക്ക് ആ ഒരു വൈബ് എങ്ങനെ ഓരോരുത്തരും പിന്നെ ഇൻസ്റ്റിൽ ചെയ്യും എന്നുള്ളതൊക്കെ കാണാനും അതുപോലെ തന്നെ മൊത്തത്തിൽ അത് പ്ലേയേഴ്സ് തമ്മിലുള്ള വൈബ് ഇമ്പ്രൂവ് ആക്കാനൊക്കെ സാധിക്കുമല്ലോ. അത് കാർലോ അൻചെലോട്ടി എന്ന് പറഞ്ഞ മാൻ മാനേജറിൻ്റെ മറ്റൊരു കഴിവാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പിന്നെന്താണ്, ഇതോടൊപ്പം തന്നെ ഈ അടുത്ത് ആർദാ ഗുലേറിൻ്റെ വീട്ടിൽ വെച്ച് നടന്ന ബാർബിക്യൂ പരിപാടിയിൽ ബ്രഹീമും ഫെഡയും പിന്നെ ഫിറ്റ്നസ് ടീമിലുള്ള കുറച്ച് ആളുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുള്ള ഇവരുടെ ഒരു യൂണിറ്റിയും കാര്യങ്ങളൊക്കെ ഗുഡ് വൈബ്സ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അപ്പോൾ അത് തന്നെ കമവിംഗയെ പാൻറ്റേര എന്നുള്ള വിളിപ്പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മെൻഡിയെ ജനറൽ എന്നുള്ള രീതിയിൽ വിളിക്കുന്നു. ഗുലേറിനെ അബി, അതായത് ഈ പിന്നെ തുർക്കിഷിൽ അത് ഓൾഡർ ബ്രദർ എന്നുള്ള രീതിയിലാണ് അത്ര അതിനർത്ഥം വരുന്നത്. പിന്നെ ലോക്കോ എന്നുള്ള പേരിലാണ് റുഡിഗർ അറിയപ്പെടുന്നത്. അത് ക്രേസി എന്നുള്ള അർത്ഥം വരുന്നത്. കാരണം അത്തരത്തിലൊരു ചങ്ങയാണ് റുഡിഗർ. ഭയങ്കര ഗുഡ് വൈബ്സ് ആയിരിക്കും ചങ്ങായി കൊണ്ടുവരുന്നുണ്ടാവുക. ഏത് ഡ്രസ്സിംഗ് റൂമിന് അകത്താണെങ്കിലും ട്രെയിനിങ് സെഷനിലാണെങ്കിലും റുഡിഗർ കൊണ്ടുവരുന്ന വൈബ്സ് അൺബിലീവബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ആ ഒരു ഗുഡ് വൈബ്സ്, ഭയങ്കരമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ആ ഒരു ഒത്തൊരുമയും സംഭവങ്ങളൊക്കെ ഈ സൈഡിലുണ്ട്. അപ്പോൾ ഡ്രസ്സിംഗ് റൂം അത്രയും ഹെൽത്തി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ക്ലബിൻ്റെ സക്സസിനെ സംബന്ധിച്ചിടത്തോളം. ഇതിൽ തന്നെ വിനി ജൂനിയർക്ക് ഇഞ്ചുറി പറ്റിയ കാര്യം നമ്മൾ പറഞ്ഞു. വിനി ജൂനിയർ തിരിച്ചു വന്നതിന് ശേഷം ശരിക്കും ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയാണ് ചാമ്പ്യൻസ് ലീഗിലും ലാലീഗയിലൊക്കെ. 2024 മാത്രം ചങ്ങായി 15 തവണ ഗോൾ അടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലാലീഗ ക്യാമ്പയിൻ നോക്കിയാൽ 13 ഗോളുകളും 5 അസിസ്റ്റുകളും മൊത്തത്തിൽ 20+ പിന്നെ ഗോളുകൾ ചങ്ങായി അടിച്ചിട്ടുണ്ട് ഈ സീസണിൽ ഓൾ കോമ്പറ്റീഷൻ എന്ന കാര്യം ഓർക്കണം. റോഡ്രിഗോ ഹോട്ട് ആൻഡ് കോൾഡ് ആയിരുന്നെങ്കിൽ പോലും 10 ലാലീഗ ഗോളുകൾ ചങ്ങായി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഹൊസലു 9 ലാലീഗ ഗോളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഫെഡെ വാൽവേർഡെ സംബന്ധിച്ചോളം കഴിഞ്ഞ സീസണിൽ പിന്നെ ഗോൾ സ്കോറിംഗ് ഫോമിൽ നമുക്ക് അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിൽ കുറേ കൂടി റിസർവ്ഡ് ആയിട്ടുള്ള റോളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് നമുക്കറിയാം. കൂടുതൽ ഡിഫെൻസീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ അദ്ദേഹം ഒരു ഗോളേ അടിച്ചിട്ടുള്ളൂ, പക്ഷേ 7 അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലൂക്ക മോഡ്രിച്ച് കാര്യമായിട്ടുള്ള മിനിറ്റ്സുകൾ കളിച്ചിട്ടില്ലെങ്കിലും 2 ഗോളുകളും 5 അസിസ്റ്റുകളും അദ്ദേഹത്തിനും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ബ്രഹീം ഡിയാസ് കൂടുതലും ബെഞ്ചിൽ നിന്ന് വന്നിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഗോൾ അടിച്ച ചില ഗോൾ എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഗോളുകളാണ് ബ്രഹീം ഡിയാസ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ 6 ഗോളുകളും 4 അസിസ്റ്റുകളും ചെങ്ങായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 74 ഗോളുകൾ റയൽ മാഡ്രിഡ് ലാ ലീഗയിൽ ഈ സീസൺ അടിച്ചിരിക്കുന്നു. 87 പോയിൻറ്റ്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. ആ ഒരു ജോസെ മൗറിഞ്ഞോയുടെ സീസണിൽ 100 പോയിൻറ്റ്സുകൾ സ്വന്തമാക്കിയതിന് ശേഷമുള്ള ഏറ്റവും മികച്ച ഒരു സീസൺ ആകാനുള്ള ഒരു സാധ്യതയുണ്ട് പോയിൻറ്റ്സ് വൈസ് റയൽ മാഡ്രിഡ്. ഇതൊക്കെ ഒരുപാട് സെറ്റ് ബാക്കുകൾ നേരിട്ട ഒരു സീസണാണ് അവർക്ക് സാധിച്ചെടുക്കാൻ സാധിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് എത്ര സുന്ദരമായിട്ടുള്ളൊരു സീസണാണ് റയൽ മാഡ്രിഡ് ഉണ്ടായിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്. 52 ഗോൾ ഡിഫറൻസ്. ഒരു രക്ഷയില്ല. ഇനി 4 മത്സരങ്ങൾ ബാക്കിയുണ്ട്. പിന്നെ ലേറ്റ് ഗോളുകൾ അടിക്കാനുള്ള ആ ഒരു കഴിവ്, അത് മെൻറ്റാലിറ്റി ടോപ്പ് നോച്ചാണ് റയൽ മാഡ്രിഡിൻ്റെതെന്ന് നമുക്കറിയുന്നതാണ്. അപ്പോൾ അതിൽ തന്നെ ജൂഡ് ബെല്ലിംഗം ഗെറ്റാഫയ്ക്കെതിരെ ലേറ്റ് ഗോൾ അടിച്ച് വിജയിക്കുന്ന സാഹചര്യം, യൂണിയൻ ബെർലിനെതിരെ, ബാഴ്സലോണയ്ക്കെതിരെ, അതുപോലെ തന്നെ മോഡ്രിച്ച് അത്തരത്തിൽ ലേറ്റ് ഗോൾ അടിക്കുന്ന നമ്മളുണ്ട്. വാസ്കസ്, ഡാനി കാർവഹാൽ സംബന്ധിച്ചോളം അൺബിലീവബിൾ സീസണാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആ ഒരു റൈറ്റ് ബാക്ക് റോള് അദ്ദേഹം മികച്ച ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഓരോ താരത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നീക്കോ പാസ് വന്നിട്ട് തൻ്റെ ഡെബ്യൂ മത്സരത്തിൽ നാപ്പോളിക്കെതിരെ ഗോൾ അടിച്ച് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ നമുക്കുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇവർ മോർ ദാൻ 10 പോയിൻറ്റ്സ് ലാലീഗയിൽ ലേറ്റ് ഗോളുകൾ വഴി സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പല സാഹചര്യങ്ങളും ആളുകൾ ലക്ക് എന്നുള്ള രീതിയിലൊക്കെ വിശേഷിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ അല്ല, അത് മെൻറ്റാലിറ്റിയാണ്. ആ ഒരു നെവർ ഗിവ് അപ്പ് മെൻറ്റാലിറ്റിയാണ്. അത് എളുപ്പമുള്ളൊരു സംഭവമല്ല. അതായത് അവസാന വിസിൽ മുഴങ്ങുന്നത് വരെ നമുക്ക് എഴുതി തള്ളാൻ റയൽ മാഡ്രിഡിനെ സാധിക്കില്ല എന്നൊരു കാര്യം ഓർക്കേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ലേറ്റ് ഗോളുകളുടെ ഇമ്പാക്റ്റ് ഈ സീസണിൽ നമുക്ക് റയൽ മാഡ്രിഡിൻ്റെ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. അത് അവരുടെ ഒരു USP ആണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അതും നമുക്ക് ഈ സീസണിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ചാമ്പ്യൻസ് ലീഗാണ് അവരുടെ ലക്ഷ്യം. അത് എളുപ്പമായിരിക്കില്ല. ബയേൺ മ്യൂണിച്ച് അവർ മറ്റൊരു ബിഗ് ടീമാണ്. കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ല. റയൽ മ്യൂണിച്ച് സാന്റിയാഗോ ബെർണബേയിൽ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഈ ഒരു ക്യാമ്പയിൻ ഹ്യൂജ്ലി സക്സസ്ഫുൾ ആണ്. ഇനി ഭാവി എന്ന് പറഞ്ഞാൽ അൺബിലീവബിളാണ്. ആലോചിച്ച് നോക്കിയാൽ കിലിയൻ എംബാപ്പെ വരാൻ നിൽക്കുകയാണ്. എൻട്രിക് എന്ന് പറയുന്ന ആ ഒരു ഒടുക്കത്തെ പൊട്ടൻഷ്യലുള്ള പ്ലെയർ ബ്രസീലിൽ നിന്ന് വരാൻ നിൽക്കുകയാണ്. പിന്നെ ഓൾറെഡി അവിടെയുള്ള താരങ്ങൾ ആരൊക്കെയാണ് നമുക്കറിയാം. പിന്നെ ചിലപ്പോൾ അൽഫോൺസോ ഡേവിസിനെ കൊണ്ടുവരാനുള്ള ഒരു സാധ്യത നിങ്ങൾ കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഫോമിൽ ഡിപ്പും കാര്യങ്ങളും സംഭവിച്ചു. പക്ഷേ റയൽ മാഡ്രിഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിലൊക്കെ കാര്യമായിട്ടുള്ള മാറ്റം സംഭവിക്കും. പിന്നെന്താണ്, അവർ വേറെയും താരങ്ങളെ ടാർഗറ്റ് ചെയ്യും. പക്ഷേ ഈ പെരസ് ഈ ടീമിനെ ബിൽഡ് ചെയ്യുന്ന രീതി, ഇവരുടെ ട്രാൻസിഷൻ സംഭവിക്കുന്നത് അതൊരു വല്ലാത്തൊരു സംഭവമാണ്. അതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ എന്തായാലും ആ മിഡ്ഫീൽഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജെമ്മുകളാണ്. ഇപ്പോൾ ഈ ചെമേനിയൊക്കെ ഒരു നാച്ചുറൽ മിഡ്ഫീൽഡറാണ്. പക്ഷേ ആ ഒരു ഡിഫൻസിൽ ഇറങ്ങി കളിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ റയലിന് വേണ്ടിയിട്ട് എവിടെയും കളിക്കാൻ തയ്യാറാണ് ഇവരെന്നുള്ള കാര്യമാണ്. കാമോവിംഗ ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ടാക്റ്റിക്കൽ സ്വിച്ചുകളുടെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ബാഴ്സലോണയ്ക്കെതിരെ ക്ലാസിക്കോയിൽ അവർ ടാർഗറ്റ് ചെയ്തത് റൈറ്റ് സൈഡായിരുന്നു. കാരണം എന്താ വെച്ചാൽ കൂടുതലും ലെഫ്റ്റിലൂടെ അറ്റാക്ക് ചെയ്യുന്ന റയൽ മാഡ്രിഡ് അന്ന് റൈറ്റിലൂടെ കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നതിനുള്ള കാരണം എന്ന് വെച്ചാൽ
കൺസെലോ ഡിഫെൻസീവ്ലി വളണറബിളാണ്, അത് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ എന്താ പറയുന്നത്, ഓരോ മത്സരത്തിനനുസരിച്ചും ഓരോ സിറ്റുവേഷൻ അനുസരിച്ചും പിന്നെ ടാക്ടിക്കലി ടീമിനെ സെറ്റപ്പ് ചെയ്യാൻ കാർലോ ആഞ്ചലോട്ടിക്ക് സാധിക്കാറുണ്ട്. പലപ്പോഴും ഈ അറ്റാക്കിംഗ് പ്ലേയേഴ്സിനെയൊക്കെ ഡിഫെൻഡ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. പക്ഷെ അതും വളരെ പേഷ്യൻ്റായിട്ട് ഇപ്പം മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയൊക്കെ അവർ ഡിഫെൻഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതിൽ തന്നെ നമുക്കറിയാം എറ്റിഹാദിലുള്ള മത്സരം, അതിലുള്ള അവരുടെ ആ ഒരു ഡിഫെൻഡിങ് എബിലിറ്റി അതൊക്കെ ഭീകരമാണ്. അപ്പോൾ അത് എളുപ്പമുള്ളൊരു സംഭവമല്ല. അപ്പോൾ അങ്ങനെ ഈ ടീമിനെ പല രീതിയിൽ ഡിഫെൻസീവാക്കിയിട്ട് മിഡ് ബ്ലോക്കിൽ നിന്നിട്ട് ചിലപ്പോൾ ഇനി വേണമെങ്കിൽ ലോ ബ്ലോക്കിൽ നിന്നിട്ട് ഡിഫെൻഡ് ചെയ്യിപ്പിക്കാം. അതുപോലെ തന്നെ ട്രാൻസിഷനിൽ ടീമിനെ അറ്റാക്ക് ചെയ്യിപ്പിക്കാം. വളരെ ക്വിക്കായിട്ടുള്ള ട്രാൻസിഷൻ അറ്റാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അപ്പോൾ എന്താണ്, ബോൾ കിട്ടുന്ന സാഹചര്യത്തിൽ ഒഫൻസീവ്ലി ഒരു ത്രെറ്റ് പൊസസ് ചെയ്യാനും അതുപോലെ തന്നെ ബോൾ ഇല്ലാത്ത സാഹചര്യത്തിൽ കോമ്പാക്റ്റായിട്ട് ഡിഫെൻഡ് ചെയ്യാനും ഈ ടീമിനെ കാർലോ ആഞ്ചലോട്ടി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് അദ്ദേഹത്തിന് ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ട്. അപ്പോൾ കാർലോ ആഞ്ചലോട്ടി എന്ന് പറയുന്ന മാനേജർ തന്നെയാണ് നമുക്ക് ഇവിടെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ റയൽ മാഡ്രിഡിൽ ആദ്യത്തെ സ്പെല്ലിൽ അദ്ദേഹത്തിന് ഒരു ലാലിഗ ടൈറ്റിൽ അടിക്കാൻ സാധിച്ചില്ല. പക്ഷേ രണ്ടാമത്തെ സ്പെല്ലിൽ അദ്ദേഹം വരുന്നു, എവർട്ടണിൽ നിന്ന് വരുന്നു, എന്നിട്ട് 2 ലാലിഗ ടൈറ്റിൽ സ്വന്തമാക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതിൽ തന്നെ ഒരു ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിലുണ്ട്. ആദ്യത്തെ സ്പെല്ലിലും അദ്ദേഹത്തിന് ഒരു ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ അടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ കരിയറിലെ 6ാമത്തെ ലീഗ് ടൈറ്റിൽ മാത്രമാണ്. ഒരു രാജ്യത്ത് അദ്ദേഹം 2 ടൈറ്റിൽ അടിക്കുന്നത് ഇത് ആദ്യമായിട്ടാണെന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിരുന്നു. അതായത് 2026 വരെയാണ് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് കാർലോ ആഞ്ചലോട്ടി. ആ ഒരു ബ്രസീലിയൻ സ്പെക്കുലേഷനും കാര്യങ്ങളൊക്കെ അവസാനം കുറിച്ചുകൊണ്ട് ഡിസംബറിലാണ് അദ്ദേഹം കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും പെരസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം റൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ തന്നെയാണ് എടുത്തത്, കാർലോ ആഞ്ചലോട്ടിയെ അവിടെ വെക്കാനുള്ളത് അല്ലെങ്കിൽ തുടരാനുള്ള ആ ഒരു തീരുമാനമെടുത്തത്. അപ്പോൾ എല്ലാത്തിനും തലപ്പത്ത് പെരസ് എന്ന് പറയുന്ന ചെങ്ങായിണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സ്കൗട്ടുകളുണ്ട്, കലഫാത്ത് എന്ന് പറയുന്ന ചെങ്ങായിണ്ട്, ഒരുപാട് ബാക്ക് റൂം സ്റ്റാഫുകളുണ്ട്. അപ്പോൾ ഇതൊരു കൂട്ടായ പ്രയത്നം തന്നെയാണ്. അപ്പോൾ റയൽ മാഡ്രിഡ് വീണ്ടും മറ്റൊരു ലാലിഗ ടൈറ്റിൽ കൂടി അടിച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഇനി അവർക്ക് മറ്റൊരു ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ അടിക്കാൻ സാധിക്കുമോ, 15ാമത്തെ ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ അടിക്കാൻ സാധിക്കുമോ എന്നുള്ള കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് കൊടുത്താൽ ഞാൻ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ചിലപ്പോൾ ഓരോ താരത്തിൻ്റെയും പേര് ഞാൻ ചിലപ്പോൾ എടുത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല. എല്ലാവരും മികച്ച രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയത്തിൽ ഒരു പറഞ്ഞ പോലെ കൂട്ടായ പ്രയത്നമായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് കൊടുത്താൽ മറ്റൊരു അധ്യായം നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.